അടുത്തതിന് ഞങ്ങൾ ഇവിടുന്ന് വൈപ്പിനിൽ നിന്ന് ഞങ്ങൾ ജങ്കാറിൽ കയറിയിട്ട് മട്ടാഞ്ചേരിക്ക് പോവാണ്. ഫോർട്ട് കൊച്ചി നല്ല തിരക്കുണ്ട്. വാഹനങ്ങൾ ഇറക്കുകയാണ് ജങ്കാറിൽ നിന്ന്, തിരിച്ച് ജങ്കാറിലേക്ക് കയറുക. 4 പേർക്ക് വെറും 12 രൂപ മാത്രമാണ് ടിക്കറ്റ്. വളരെ ചീപ്പാണ്. മുകളിലൊരു ഇന്ത്യൻ ഫ്ലാഗ് ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട്. പ്രോൺ കറി, കൂന്തൽ വറുത്തത്, പിന്നെ വേറെന്തൊരു കറി, അച്ചാറ്, പിന്നെ സാമ്പാർ, മോര്, പച്ചമോര്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ജ്യൂസ് സ്ട്രീറ്റ്, സിനഗോഗ്, ജൂതപ്പള്ളി ഇതൊക്കെ കാണാനായിട്ട് ജ്യൂസ് സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ്. ഇവിടെ കംപ്ലീറ്റ് ഹാൻഡിക്രാഫ്റ്റിൻ്റെ കടകളും ഒക്കെയാണ്, ജ്യൂസിൻ്റെ ഷോപ്സൊക്കെയാണ്. പണ്ട് ജ്യൂസ് ഇവിടെ സെറ്റിലായതാണ്, കുറച്ച് ഫാമിലീസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ. Building purposes. ഒരാൾക്ക് 10 രൂപ ടിക്കറ്റ്. ഇവിടെ ടോട്ടൽ 40 രൂപ. സിനഗോഗിൻ്റെ ചരിത്രം വിവരിക്കുന്ന പിക്ചേഴ്സാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ ഇങ്ങനെ കയറി പോവാണിത്. 45th ആനിവേഴ്സറി ഓഫ് കൊച്ചിൻ സിനഗോഗ് ഓൺ 6/12/2018. 2018 അവരുടെ ഫുൾ എൻറ്റയർ ഗ്രൂപ്പിൻ്റെ ഒരു പിക്ചർ ഇവിടെ പോർട്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരെല്ലാം ജ്യൂസ് ഒറിജിനാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു മിക്സ്ചറും ഉണ്ടെന്ന് തോന്നുന്നു, ഇന്ത്യൻസുമായിട്ട് മിക്സ് ആയിട്ടുള്ളവരും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കുറച്ച് പേരെയൊക്കെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ദേ ആർ നോട്ട് പ്യുവർ ജ്യൂസ്. അവരുടെ തോറയുടെ ഒരു പേജായത്, ഡാമേജ് ആയിരിക്കുന്ന ഒരു പേജാണ്. സോ ഐ ആം എൻറ്ററിങ് ഇൻസൈഡ് ദ സിനഗോഗ്. hand-painted tiles. We request everyone to take out their shoes, and these tiles are from line. See, this is which is the Holy of Holies, the Holy Ark. having the same design. Inside This is also having the same design. Torah is there. Yeah. Since we have the Torah, In one line you can see lamp. only This is one the Vidya design. seal. The second line you see the different the design. daily prayer of the Third Jewish line, community in the likewise. Hebrew language.
The settlement of the Jewish community here in this land is right from the year 72 AD onwards. From the third quarter of the 1st century onwards, we have the Jewish community. ചർച്ചിലേക്കാണ്. ഇവിടെയാണ് വാസ്കോ ഡ ഗാമയെ അടക്കം ചെയ്തത്. Here. 14 years later, one of his sons, he had 7 sons, one of his sons, that is called Stau Gutengama, he came here and he was taken back all remains. രണ്ട് കുർത്ത എടുത്തു. കുഞ്ഞനും വലിയ മോനും ഇങ്ങനത്തെ ഇതേ ഡിസൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബാക്കിയുള്ളവർക്കും കൂടെ ഇതേ ഡിസൈനിലുള്ള ഓരോ കുർത്ത എടുക്കാമെന്ന് വിചാരിച്ചു. 300 റുപ്പീസ് അല്ലേ, 300 റുപ്പീസ്. ഇതാണ് ഫോർട്ട് കൊച്ചി ബീച്ച്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് വാസ്കോ ഡ ഗാമ സ്ക്വയറിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സ്ഥലമാണ്. ഇവിടെയാണ് അറബിക്കടലും പിന്നെ വേമ്പനാട്ടുകാരും കൂടെ ജോയിൻ ആവുന്ന സ്ഥലമായത്. ഷിപ്പൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം. ഇവിടെ ഒരു ഓൾഡ് എന്തോ ഒരു സംഭവം ഉണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നല്ല വെയിലാണ്, നട്ടുച്ച നേരമാണ്. പക്ഷെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, നമുക്ക് സമയമില്ലല്ലോ. ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം. ബീച്ച് വളരെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. നമ്മുടെ ആൾക്കാരല്ലേ, വേസ്റ്റ് തള്ളുന്നതിൽ നമ്മൾ ലോകത്ത് ഒന്നാം സ്ഥാനത്താണല്ലോ വേസ്റ്റ് തള്ളുന്ന കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബീച്ചൊന്നും വൃത്തിയാക്കിടാനുള്ള താല്പര്യമൊന്നും ഇല്ല. എന്തായാലും നല്ല കാറ്റുണ്ട്, പക്ഷെ നല്ല വെയിലാണ്. സൂര്യനിങ്ങനെ കണ്ണിലോട്ടടിക്കുക, എനിക്ക് ക്യാമറയെ നോക്കാൻ പറ്റുന്നില്ല. ഈ കാണുന്നതാണ് ചൈനീസ് നെറ്റ് അല്ലെങ്കിൽ ചീന വല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ബ്ലൂ കളറിൽ ഇങ്ങനെ ഒരു നെറ്റ് ഇങ്ങനെ ഹാങ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ അവിടെ വരിയായിട്ട് ധാരാളം ചീന വലകൾ കാണാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ അറേബ്യൻ സീയും അതേപോലെ തന്നെ വേമ്പനാട്ടുകാരും കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗമാണിത്. ഇവിടെ കുറച്ച് പേരൊക്കെ മീൻ പിടിക്കുന്നുണ്ട് അല്ലാതെ വല ഇട്ടിട്ടൊക്കെ. ചൈനീസ് ഇൻട്രൊഡ്യൂസ്ഡ് നെറ്റാണെന്നാണ് പറയുന്നത്, ചൈനീസ് നെറ്റ്, ചീന വല. ഒരു കാലത്ത് നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. കാരണം ഇതിൻ്റെ ഈ തടി കണ്ടില്ലേ, താഴെ ഒരു തടി കണ്ടില്ലേ, ഈ തടി ഇങ്ങനെ ഇവിടെ ഒരു പിന്നെ സ്ക്രൂ പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഈ തടി ഇങ്ങനെ പൊക്കുമ്പോൾ ഇത് ആ സ്ക്രൂ ഇതാക്കിയിട്ട് പൊക്കുമ്പോഴത്തേക്കും ഈ ഇവിടുന്ന് വല താഴോട്ടതാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കും. എന്നിട്ട് കുറേ സമയം അങ്ങനെ കിടക്കും. എന്നിട്ട് പിറ്റേ ദിവസമായിരിക്കും അത് പൊക്കിയെടുക്കുന്നത്. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ധാരാളം മീനൊക്കെ അതിൽ കുടുങ്ങുമല്ലോ. കുടുങ്ങി കഴിയുമ്പോൾ പതുക്കെ ഇവിടെ നിന്ന് അത് വീണ്ടും അയച്ചിട്ട് താഴോട്ടാക്കുമ്പോഴത്തേക്കും ഇത് പൊങ്ങി വരും, വല ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അതിൽ നിന്ന് മീനിനെ കളക്ട് ചെയ്യുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്.
അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവർക്കൊരു പുതിയ കാഴ്ചയായിരിക്കും ഈ ചീനവല എന്ന് പറയുന്നത്. Chacos family, California. This is good. Now let's move on to our last destination, that is Marine Drive. So today's pleasure trip ends here in Marine Drive. We are seeing off. So ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിച്ച് ഞങ്ങൾ മറൈൻ ഡ്രൈവിനോട് വിട പറഞ്ഞ് നേരെ എറണാകുളം നോർത്ത് സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടെ നിന്നാണ് ഞങ്ങൾക്കുള്ള മെമു 6:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. മെമു എടുത്ത് നേരെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്.